ആദിമോഹമാണ് മോനെ ദിനേശ എന്ന് പണ്ട് മോഹൻലാൽ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇന്നത്തെ ഗോസ്പൽ. യേശു ജെറുസലേമിലേക്ക് പോവുകയാണ്. തൊട്ട് പിന്നാലെയാണ് ശിഷ്യന്മാർ വരുന്നത്. ആ നടത്തത്തിൽ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാര്യം, അവർ തോളോട് തോൾ ചേർന്നാണ് എല്ലായ്പ്പോഴും നടക്കാറുള്ളത്. പക്ഷേ ഇന്ന് യേശു മുന്നിലാണ്. കാര്യം, പോകുന്ന സ്ഥലം അത്ര നല്ലതല്ല. പന്തികേടാണ്, കൊലക്കളത്തിലേക്കാണ്. അല്പം പേടിച്ചൊക്കെ തന്നെയാണ് അവർ പിന്നാലെ നടക്കുന്നത്. എന്നിട്ട് യേശു എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു, ഞാൻ പോകുന്നത് പീഡിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നെ അവർ തുപ്പും, അടിക്കും, അവസാനം എന്നെ കൊന്നുകളയും. പക്ഷെ ഇതിൽ ചിലർക്കൊന്നും ഇതെന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് രണ്ട് ശിഷ്യന്മാർ പറഞ്ഞത്, പോകുന്നിടത്ത് രണ്ട് കസേര നിൻ്റെ ഇടതും വലതിരിക്കാൻ കസേര കിട്ടോ? ഒരതിമോഹം, അത്രയേ ഉള്ളൂ. യേശു ഉടനെ പറഞ്ഞത്, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്കറിയില്ല. ഇടതും വലതും കസേരയല്ല കാത്തിരിക്കുന്നത്, കുരിശാണ്. അവർക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഈ ഇടതും വലതും ഇരിക്കാനുള്ള സ്പേസൊക്കെ തരേണ്ടത് സ്വർഗത്തിലെ അപ്പനാണ്, ഞാനല്ല. കുരിശി കിടക്കണമെങ്കിൽ പോലും അതിന് പോലും ആളെ ഫിക്സ് ചെയ്യുന്ന അപ്പനാണ്. അതുപോലും എനിക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മുടെ സഹനങ്ങൾക്കൊക്കെ ഒരു ഉത്തരവുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന കുരിശുവേദന, നമ്മൾ നടക്കുന്ന കാൽവരിയിലെ യാത്രയും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കുരിശുമരണമൊക്കെ അപ്പൻ മുകളിൽ നിശ്ചയിച്ചതാണ്. എന്തിനാണെന്നറിയോ? ആ കുരിശുമരണം സംഭവിച്ച ഒരു ട്വിസ്റ്റില്ലേ, നല്ല കള്ളനോട് നീ ഇന്ന് പറദീസയിലായിരിക്കുമെന്ന് പറഞ്ഞ അത് തന്നെയാണ്. ഏറ്റവും നന്മയോടുകൂടി അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവന് കാത്തിരിക്കുന്നത് പറദീസയാണ്. അതുകൊണ്ട് ഈ ഇടവും വരവും കസേരയല്ല ആഗ്രഹിക്കേണ്ടത്, കുരിശാണ്. നമ്മളൊക്കെ നടന്നു പോകുന്ന ഈ ജീവിതയാത്രയ്ക്കിടയിൽ നമ്മൾ സ്വപ്നം കാണേണ്ടത് കസേരയായിരിക്കരുത്, കുരിശായിരിക്കണം, സഹനങ്ങളായിരിക്കണം. അതുകൊണ്ടല്ലേ അൽഫോൻസാമ്മയൊക്കെ പണ്ട് പ്രാർത്ഥിച്ചത്, കർത്താവെ കുറച്ചും കൂടി സഹനം തരണമേ എന്നൊക്കെ. അവർക്ക് കസേര വേണ്ടായിരുന്നു. നമ്മളൊക്കെ ഒത്തിരി കസേര ഇഷ്ടപ്പെടുന്നവരാണ്, കുറച്ചും കൂടെ അധികാരത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, കുറച്ചും കൂടെ നമുക്ക് മറ്റുള്ളവരുടെ മുകളിലിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളായിരിക്കുന്ന വീട്ടിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ കോൺവെൻറ്റുകളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ ഉയരങ്ങളിലിരിക്കാനാണ്. പക്ഷെ അങ്ങനെയല്ല. യേശു പറഞ്ഞത്, ഇരിക്കാൻ നല്ലൊരു കസേരയല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്, ചാരിക്കിടന്ന് മരിക്കാൻ ഒരു കുരിശാണ്. അങ്ങനെ മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരു പറദീസയാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അങ്ങനെ പറഞ്ഞ് നടക്കുന്നവരല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ കർത്താവിനോട് ചോദിക്കേണ്ടത്, കർത്താവെ ഒരു കുരിശ് തരാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ച് പഠിക്കണം. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.